السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികൾ, പരിശുദ്ധ റമദാനിന്റെ ഒരു മാസത്തെ ആരാധനാ കർമ്മങ്ങൾ പൂർത്തിയാക്കി അത് അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ നിർവഹിക്കാൻ സമയവും ആരോഗ്യവും മനസ്സും നൽകിയ അള്ളാഹുവിന് സ്തുതിച്ചുകൊണ്ടാണ് തക്ബീറുകൾ ചൊല്ലി മുസ്ലിം ലോകം ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നത്. ജനങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസമാണ് നോമ്പ്, ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ എന്ന ഹദീസ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. സൗദി അറേബ്യയിൽ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യ സ്വീകരിക്കണം എന്നാരും പറഞ്ഞതുകൊണ്ടല്ല, ലോകത്ത് വിശ്വാസയോഗ്യമായ ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ആരും അടിച്ചേൽപ്പിക്കാതെ ജനങ്ങളും രാഷ്ട്രങ്ങളും സ്വയം തെരഞ്ഞെടുത്തതനുസരിച്ച് 40ഓളം രാജ്യങ്ങളിൽ, അത് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, എല്ലാം അടങ്ങിയ 40ഓളം രാജ്യങ്ങളിൽ മുസ്ലിം സമൂഹം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം പെരുന്നാൾ എന്ന് പറയുന്നത് ഇവിടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇത്രയും മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മുറ്റത്തും മാസം കണ്ടിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നോമ്പ് നോൽക്കുകയും ഈ ഒരു രീതിയെ എതിർക്കുക മാത്രമല്ല ശത്രുതയോടുകൂടി കാണുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിന് വിരുദ്ധമായ ഈദ് ആഘോഷിക്കുന്ന ആളുകൾ. അത്തരം ആളുകൾക്ക് ഇന്ന് 29 മാസം കണ്ടാൽ നാളെ പെരുന്നാളാണ്. ഇതുപോലെ വൈകുന്നേരം മേഘാവൃതമായാൽ നാളെയല്ല മറ്റന്നാളാണ് ഈ ആളുകൾക്ക് പെരുന്നാളാവുക. മുസ്ലിങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത് ഒരു വീട്ടിലും അല്ലെങ്കിൽ ഒരു നാട്ടിലും മാത്രമല്ല, ലോകത്ത് മുഴുവൻ അത് യാഥാർത്ഥ്യമായി. ഒറ്റക്കാഴ്ച വേണ്ടതില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ താൽപര്യമെന്ന് പറയുന്നത് ഒറ്റപ്പെരുന്നാൾ, ലോകത്തൊരു ദിവസം മുസ്ലിങ്ങൾ ഈദുകളും നോമ്പുമൊക്കെ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന ഐക്യത്തിന്റെ രൂപമാണ്. അതിലേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് ഓരോ ദിവസങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഒരുമയിലേക്ക് മുസ്ലിം ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാം. ഒന്ന്, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. നോമ്പ് തുറക്കുമ്പോണ്ടാകുന്ന എണ്ണക്കടികളും പാനീയങ്ങളുടെയും സന്തോഷമല്ല, മറിച്ച് 70 വർഷത്തേക്ക് നരകത്തിൽ നിന്ന് ഒരു നോമ്പ് അകറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്തിച്ച ഒരു നോമ്പ് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷമാണ്. അത്രയും ഞാൻ നരകത്തിൽ നിന്ന് അകന്നുവല്ലോ, അതിനൊരു വഴി അള്ളാഹു ഉണ്ടാക്കി തന്നല്ലോ. ഈ ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകുന്നു. ഭക്ഷണത്തിന്റേതായ സന്തോഷമല്ല, അത് സ്വാഭാവികമായി വിശക്കുന്നവനും ദാഹിക്കുന്നവനും വെള്ളം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകും. അതിലപ്പുറം നാളെ പരലോകത്തേക്കുള്ള ഒരു പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ മോഹിച്ച് അത് തേടി നോമ്പനുഷ്ഠിച്ചുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ മറ്റ് സന്ദർഭങ്ങളിലും സന്തോഷത്തിനുള്ള വക അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ജീവിച്ചിരിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രചോദനം എന്നും സത്യവിശ്വാസിക്ക്, കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ, സത്യവിശ്വാസിക്ക് ഇതിന്റെ ഒരു പ്രചോദനമുണ്ടാകും. ശുദ്ധമായ മനസ്സിൽ നിന്ന് വിശുദ്ധമായ അള്ളാഹു സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഊർജം ലഭിക്കുന്നത് ഈ ഒരു തഖ്വയിൽ നിന്നാണ്. കർമ്മങ്ങൾ ശുദ്ധമായ മനസ്സിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അതാണ് പ്രചോദനം നൽകുക. ആ നിലക്ക് നമുക്ക് വളരാൻ സാധിക്കുമ്പോഴാണ് റമളാനിൽ ചെയ്തതുപോലെ തന്നെ ഒരാവേശവും കുറയാതെ ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ അതൊക്കെ അതേപടി ഇനി അടുത്ത റമളാൻ വരെയും നിലനിർത്താനുള്ള ഊർജം നമുക്കുണ്ടാകുന്നത് ഈ തഖ്വ, ആ സന്തോഷം, വിശ്വാസം കൊണ്ടുള്ള സന്തോഷം നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ്. മരണസമയത്ത് സത്യവിശ്വാസികളായ ആളുകളെ ദുനിയാവിലും അതുപോലെ ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉറപ്പിച്ചു നിർത്തും എന്ന് ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത് കാണാം. അത് അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും അതനുസരിച്ച് നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്ത ആളുകളുടെ മലക്കുകളെ അല്ലാഹു പറഞ്ഞുവെച്ചുകൊണ്ട് മലക്കുകൾ അവർക്ക് നൽകുന്ന സന്തോഷ വാർത്തയാണ്.
നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. നിങ്ങളുടെ അടുത്ത മിത്രങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും, നാളെ പരലോകത്തും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും. നിങ്ങൾ മോഹിക്കുന്നതെല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്തോ അതും നിങ്ങൾക്ക് ലഭിക്കും. കാരുണ്യവാനും പാപം പൊറുക്കുന്നവനുമായ അള്ളാഹുവിൽ നിന്നുള്ള ആ വിരുന്ന്, നുസുൽ, സദ്യ നിങ്ങൾക്കുണ്ട് എന്ന സന്തോഷ വാർത്ത അള്ളാഹു അറിയിക്കും. അപ്പൊ ദുനിയാവിൽ മാത്രമല്ല, മരിക്കുന്ന ഘട്ടത്തിലും ഫിൽ ആഖിറ എന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഖബറിലുണ്ടാകുന്ന ചോദ്യങ്ങൾ, അതിന് മറുപടി പറയാൻ സാധിക്കുക. ഖബറിൽ തന്നെ സ്വർഗ്ഗലോകത്തു നിന്നുള്ള വിരിപ്പുകളും സുഗന്ധങ്ങളും അതിന്റെ പരിമളവും അതുകൊണ്ടുള്ള സന്തോഷ വാർത്തകളും മലക്കുകളെ ആശീർവാദങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഖബറിൽ ബർസഖിൽ ജീവിക്കാൻ സാധിക്കുക. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മഹ്ശറിൽ തണല് കിട്ടാത്ത ആളുകൾ വിയർത്തു കുളിക്കുമ്പോൾ തണൽ ലഭിക്കുന്ന ആളുകളാകാൻ സാധിക്കുക. അള്ളാഹുവിന്റെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക. ഇനി വിചാരണയുണ്ടെങ്കിൽ തന്നെ വളരെ ലഘുവായ വിചാരണയിലൂടെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. ആ ആളുകളെയാണ് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ച് മലക്കുകൾ കൊണ്ടുപോകുന്നത്. ഇത് നേരത്തെ പറഞ്ഞ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ, നമ്മുടെ പ്രതീക്ഷയുടെ ബാക്കി പത്രമാണ്. നോമ്പ് നോറ്റതിന്റെ സന്തോഷം മരണം മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഭാഗ്യം നിലനിർത്തണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇതേ ചൈതന്യം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പരലോകത്ത് ഖിയാമത്ത് നാളിൽ ആളുകളൊക്കെ മരിച്ചു വീണ് രണ്ടാമത്തെ കാഹളത്തിൽ ഊതി എല്ലാ ആളുകളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു വിഭ്രാന്തിയുണ്ട്. ആ വിഭ്രാന്തിയെക്കുറിച്ച് ഖുർആൻ സൂറത്തു അംബിയയിൽ പറഞ്ഞിട്ടുള്ളത് അൽ ഫസഉൽ അക്ബർ എന്നാണ്. ഏറ്റവും വലിയ വിഭ്രാന്തി, അതിനേക്കാൾ വലിയൊരു വിഭ്രാന്തി വേറെയില്ല. ലോകം അവസാനിക്കുമ്പോൾ മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. സത്യവിശ്വാസികൾ അതിന്റെ മുമ്പേ മരിച്ചു പോകുന്നു. ലോകം അവസാനിക്കുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത കാഫറുകൾ മാത്രമാണ് ലോകത്തുണ്ടാവുക. എന്നാൽ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ആളുകൾക്ക് വിഭ്രാന്തിയാൽ എന്തായിരിക്കും പരലോകം, ഈ മഹ്ശറിൽ എന്താണ് ഞാൻ അനുഭവിക്കേണ്ടി വരിക, വിചാരണയ്ക്ക് ശേഷമുള്ള എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ബേജാറാകാത്ത ആരും ഉണ്ടാവുകയില്ല. പ്രവാചകന്മാരുടെ പോലും സംസാരം അതായിരിക്കുമെന്ന് വേറെ ഹദീസുകളിൽ കാണാം. എന്നാൽ ആ വലിയ വിഭ്രാന്തിയുടെ ദിവസത്തിൽ അവർ ദുഃഖിക്കേണ്ടതില്ല. അവരെ മലക്കുകൾ തതലഖാഹുമുൽ മലായിക, മലക്കുകൾ ഈ മനുഷ്യരെ അവിടെ വെച്ച് സ്വീകരിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, പരലോകത്തും നിങ്ങളുടെ മിത്രങ്ങളായി ഞങ്ങളുണ്ടാവും. ആ മലക്കുകളാകുന്ന ഔലിയാക്കന്മാർ സത്യവിശ്വാസികളെ സ്വീകരിച്ച് ഹാദാ യൗമുക്കുമുല്ലദീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം ഇതാകുന്നു എന്ന സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ അള്ളാഹുവിന്റെ ആ തഖ്വ നേടിയ, നോമ്പുനോറ്റ, ഇബാദത്തെടുത്ത സത്യവിശ്വാസികളെ കൊണ്ടുപോകുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നിർഭയമായി മരിക്കുവാനും നിർഭയത്തോടുകൂടി ഖബറിൽ കിടക്കുവാനും നിർഭയത്തോടുകൂടി നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുവാനും നിർഭയമുള്ളവരായി സ്വർഗത്തിൽ താമസിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ വചനങ്ങളിൽ അതിൽ തകരാറുകൾ വരുത്തുന്ന, അതിന് അർത്ഥ വ്യതിചലനങ്ങളും ആശയമാറ്റങ്ങളും വരുത്തി അതിൽ തെറ്റായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊന്നും നമ്മുടെ മേൽ മറഞ്ഞു പോകുന്നില്ല. എന്നാൽ അള്ളാഹുവിനെല്ലാം അറിയാം. എന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ, അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ, നരകത്തിലേക്ക് എറിയപ്പെടുന്നവനാണോ മെച്ചപ്പെട്ടവൻ, അതല്ല ഖിയാമത്ത് നാളിൽ നിർഭയനായി ഖിയാമത്ത് നാളിൽ പരലോകത്ത് വരുന്നവനാണോ, ആരാണ് മെച്ചപ്പെട്ടവൻ? സംശയമൊന്നുമില്ല, നിർഭയനായി പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. അവനാണ് ഉത്തമൻ. ആ നിർഭയത്വത്തോടുകൂടി മരിച്ചും ബർസഖിൽ കടന്നും പരലോകത്തും അങ്ങനെ തന്നെ എത്തുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ചൈതന്യം നമ്മൾ നിലനിർത്തണം. അതുകൊണ്ട് തന്നെ ആ ഒരു ചൈതന്യം മുറുകെ പിടിക്കുന്ന വിശ്വാസികളായി മാറാൻ നമുക്ക് സാധിക്കുന്നു എങ്കിലാണ് ഈ ഒരു മാസം നോമ്പനുഷ്ഠിച്ചതിന്റെ സന്തോഷം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അർത്ഥം പറയേണ്ടതില്ല. അല്ലാഹുവാണ് ഏറ്റവും മഹാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വാചകം ഉച്ചരിച്ചുകൊണ്ട് ആവർത്തിച്ച് സത്യവിശ്വാസിക്ക് പറയാൻ സാധിക്കുക. ഈ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകുമ്പോഴും ഇനി വരുന്ന കാലത്തേക്ക് ഇതൊരു പരിചയായി
തീർച്ചയായി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ്. അത്തരം ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, ഈ പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകും. അതിലേറ്റവും നമ്മൾ അപകടകരമായി മനസ്സിലാക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ ഏറ്റവും വലിയ തിന്മ അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ പുരുഷന്മാരായ കപടവിശ്വാസികളെയും സ്ത്രീ പുരുഷന്മാരായ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെയും ശിക്ഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് കപടന്മാരെയും മുശ്രിക്കുകളെയും ശിക്ഷിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകം അള്ളാഹു എടുത്തു വരുന്നത്? ഇവിടെ അല്ല, ഒരുപാട് സ്ഥലത്തുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാരണമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായ വിചാരം, ധാരണ വെച്ചു പുലർത്തുന്നവരാകുന്നു കപടവിശ്വാസികൾ. ശിർക്ക് ചെയ്യുന്നവരങ്ങനെ തന്നെ. അള്ളാഹുവാണ് എന്റെ ആരാധ്യനെന്നും അവനാണ് എന്റെ രക്ഷകനെന്നും ഉള്ള ബോധം ശിർക്ക് ചെയ്യുന്നവരില്ല. ആ ഒരു തൗഹീദിൽ കളങ്കം ചേർത്തുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ വിശ്വാസമാണ് അള്ളാഹു അല്ലാത്തവനോട് ദുആ ചെയ്യുന്ന ഏതൊരുത്തനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കാനേശുമാരി സർക്കാർ കണക്കിൽ മുസ്ലിം എന്ന് പേരെഴുതിയാലും ശരി, അല്ല മറ്റേതെങ്കിലും മതത്തിന്റെ പേരെഴുതിയാലും ശരി, ശിർക്ക് ചെയ്യുന്നവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം ഉണ്ടാവുകയില്ല. ഈ ആളുകൾ മോശപ്പെട്ടവരാണ്, അതുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കുന്നു. മോശമായ പര്യവസാനം അവർക്കാകുന്നു, മരണസമയത്തും ഖബറിലും പരലോകത്തും. ഇനി പറയുന്നതോ അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. സാധാരണ നമ്മൾ കേൾക്കും ജൂത ക്രിസ്ത്യാനികളോട് അള്ളാഹു കോപിച്ചിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്നവരോടും കപടന്മാരെയും അള്ളാഹു കോപിച്ചിരിക്കുന്നു. വലഅനഹും, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന്, അവന്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു അകറ്റുക എന്നതാണ് അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ. അപ്പം കാരുണ്യമാകുന്ന സ്വർഗത്തിൽ നിന്ന് അള്ളാഹു അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നമ വസഅത് മസീറ, നരകം അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു, അത് മോശപ്പെട്ട സങ്കേതമാകുന്നു. വിശദീകരിക്കേണ്ടതില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ നൽകിയിട്ടുള്ള അവരുടെ പരലോകത്തെ എല്ലാ കാര്യങ്ങളും ശിക്ഷയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അള്ളാഹുവിന്റെ വിവിധ തരത്തിലുള്ള ശിക്ഷകളെ സംബന്ധിച്ച് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ട് എപ്പോഴും ശിർക്കിൽ നിന്ന് മുക്തമായിരിക്കണം, തൗഹീദിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ശിർക്കുമായോ ശിർക്ക് ചെയ്യുന്ന ആളുകളുമായോ ഒരു നിലക്കുള്ള സഹകരണവും ബന്ധവും ആ നിലക്ക് നമുക്കുണ്ടാകാൻ പാടില്ല. ഭൗതികമായ ബന്ധങ്ങൾ ഉണ്ടാകാം, അതല്ലാതെ ഇത്തരം കാര്യങ്ങളുമായി ഒരു തരത്തിലും ബന്ധമുണ്ടാകരുത്. ബന്ധം ഉണ്ടാകാതെ അതിനോട് കൂറ് പുലർത്തുകയോ അതിനോട് ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുകയോ ചെയ്യുക എന്നതുപോലും, മനസ്സിൽ വെറുപ്പില്ലാതിരിക്കുക എന്നതുപോലും അത് അവരോട് കൂറ് പുലർത്തലാണ്. ഖുർആൻ പറഞ്ഞതിന്റെ നേരെ വിപരീതമായ അവസ്ഥയാണ് എന്ന് ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടേറെ തിന്മകളുണ്ട്. അതൊക്കെ ശിർക്കിന്റെ താഴെയാണ്. അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഉമ്മുൽ ഖബായി, സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളിനെ കുറിച്ച് മ്ലേച്ഛ കാര്യങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞു എന്ന് പറയാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തിർമിദിയും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ആ റിപ്പോർട്ട്, അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നത് സ്വഹീഹായ റിപ്പോർട്ടാണ്, നബിയുടെ വാക്കല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. 2 ആഴ്ച മുമ്പുള്ള ഖുത്ബയിൽ മംഗലാപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട ഖുത്ബ പറഞ്ഞ ഈ കാര്യം സൂചിപ്പിച്ചാൽ ആൾക്കാർ കേട്ടലുണ്ടാവും. അതിന്റെ ചുരുക്കം ഇതാണ്. പണ്ട് കാലത്ത് ഒരു ആളുകളുമായി വെടിഞ്ഞ് ഇബാദത്തെടുത്ത്, അതായത് ഒരു സന്യാസിയെ പോലെ ജീവിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ നശിപ്പിക്കാൻ ഒരു പെണ്ണ് എടുത്ത തീരുമാനം എന്താണ്? തന്റെ അടിമയെ ഈ സന്യാസിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വരണം എന്ന് വിളിച്ചു. ഞാൻ ചുരുക്കി പറയാണ്. അങ്ങനെ ചെന്നു. ആ താമസിക്കുന്ന വീടിന്റെ വാതിലുകൾ തുറന്നു. ഓരോരോ വാതിലുകൾ തുറന്ന് അകത്ത് കടക്കുമ്പോഴും കൂടെയുള്ള ആ കുട്ടി വാതിൽ അടക്കുന്നുണ്ട് ഉള്ളുന്ന്, അതായത് പുറത്തേക്ക് പോകാൻ വഴിയില്ലാതിരിക്കാൻ. അങ്ങനെ കേറി കുറെ വാതിലുകളുണ്ട്, റൂമുകളുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത്. അകത്തെത്തിയപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണും ഒരു പാത്രത്തിൽ കള്ളും ഒരു ചെറിയ കുട്ടിയുമുണ്ട്. ഈ വിളിച്ചു വരുത്തിയ പെണ്ണ് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചത് സാക്ഷി പറയാനല്ല, മറിച്ച് 3 കാര്യങ്ങളുണ്ട് ഇവിടെ. നീ ഞാനുമായി വ്യഭിചരിക്കുക, അല്ലെങ്കിൽ കള്ളു കുടിക്കുക, അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊല്ലുക. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചോളാം. കാരണം എന്താ? കൊല്ലുക എന്നുള്ളത് കടുത്ത പാതകമാണ്. വ്യഭിചരിക്കുക എന്നുള്ളത് ഖുർആനും ഹദീസും പറഞ്ഞ 3ാമത്തെ കടുത്ത പാതകമാണ്. ശിർക്ക് കഴിഞ്ഞാൽ 3ാമത്തേത്. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ കൊലപാതകം, പിന്നെ വ്യഭിചാരം. അപ്പൊ അതിനേക്കാൾ ലഘുവായി അദ്ദേഹം മനസ്സിലാക്കിയത് കള്ളു കുടിക്കാണ്ട് വേറെ ആക്കും ദോഷമല്ലല്ലോ. അയാൾ കുടിക്കുക, കുട്ടിക്കൊന്നുമില്ല, ഈ പെണ്ണായിട്ട് വ്യഭിചരിക്കേണ്ട ഒന്നും വേണം. അങ്ങനെ കുടിച്ചു, വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു, വീണ്ടും കുടിച്ചു. അങ്ങനെ ആൾക്ക് ലഹരി വന്നു, ബുദ്ധി പോയി. ബുദ്ധിയില്ലാത്തവൻ പിന്നെ എന്താ ചെയ്യുക? എന്തും ചെയ്യും, ഒരു പരിധിയില്ല. അങ്ങനെ അദ്ദേഹം കള്ളു കുടിച്ച്
അവസാനം ഈ പെണ്ണുമായി വ്യഭിചരിക്കാൻ അയാൾ തയ്യാറ്. കാരണം ബോധം നഷ്ടപ്പെട്ടു, പിന്നെ ഈ കുട്ടിയെയും കൊന്നു. അപ്പൊ ആദ്യം എന്തുകൊണ്ടാണോ അതൊന്നും ഞാൻ ചെയ്യുകയില്ല, വേണമെങ്കിൽ ലേശം കള്ളു കുടിച്ചോളാം എന്ന് പറഞ്ഞത് ഈ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാനാണ്. പക്ഷേ ആ കള്ള് ലഹരി ഉപയോഗിച്ചതുകൊണ്ട് അദ്ദേഹം ഈ കടുത്ത രണ്ട് തിന്മകൾ, കുട്ടിയെ കൊല്ലുക എന്ന ശിർക്ക് കഴിഞ്ഞാലുള്ള തിന്മയും അതുപോലെ തന്നെ പിന്നെ മൂന്നാമത്തെ തിന്മയായ വ്യഭിചാരം എന്ന് പറയുന്ന കാര്യവും ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ലഹരിയാണ്. ഇന്ന് സമൂഹത്തിൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. സ്വന്തം ഉമ്മയെ, ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ചികിത്സ കഴിഞ്ഞു വന്ന ഉമ്മയെ കൊടുവാളുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി തേങ്ങ പൊതിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന കത്തി കൊണ്ട് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത പ്രദേശത്താണ്. അവിടെ തന്നെ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച അതേ കൃത്യം ചെയ്തവന്റെ കൂടെ അതേ കടയിൽ ജോലി ചെയ്ത സുഹൃത്തായ മറ്റൊരുത്തൻ തന്റെ ഭാര്യയെ, അടുത്തങ്ങ കല്യാണം കഴിഞ്ഞതാണ്, ഒരു ചെറുപ്പക്കാരിയായ ഭാര്യ, ആ ഭാര്യയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഭാര്യയും അതുപോലെ തന്നെ ബാപ്പയെയും ഉമ്മയെയും, ഈ പെണ്ണിന്റെ, അവരെയും പരിക്കേൽപ്പിച്ചു. തെക്ക് ഭാഗത്ത് ഒരുത്തൻ കള്ളുകുടിച്ച് സ്വന്തം കാമുകിയെ, സ്വന്തം സഹോദരനെ, സ്വന്തം ഉമ്മയെ കുത്തി മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. പക്ഷേ അള്ളാന്റെ വിധിയെത്തിയിരുന്നില്ല, ജീവിക്കുന്നു. വല്യമ്മയെ കൊന്നു, മൂത്താപ്പയെയും മൂത്തമ്മയെയും കൊന്നു, ഒരൊറ്റ ദിവസം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഉമ്മുൽ ഖബായി. തിന്മകളുടെ മാതാവാണ് കള്ള്. കാരണം മനുഷ്യന്റെ ബുദ്ധി പോകുന്നു, ബുദ്ധി പോയാൽ പിന്നെ മനുഷ്യനല്ല, അവനെന്തും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ ദിവസങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിന്മകൾ വ്യാപിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സംവിധാനങ്ങളുണ്ട്. പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരിൽ തന്നെ ചില ആളുകൾ പിൻഭാഗത്ത് കൈക്കൂലി വാങ്ങി വിട്ടയക്കുന്നവരുണ്ട്, അതിന് കൂട്ടുനിൽക്കുന്നവരുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും സഹകരിക്കുന്ന ആളുകളാണ്. അതിനെ വിമർശിച്ചാൽ അവന്റെ ജീവൻ ഉണ്ടാവുകയില്ല. അവന്റെ തലയെടുക്കാൻ, അടിക്കാൻ, ഇടിക്കാൻ ഒക്കെ ആളുകൾ കൂട്ടമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതികാരശേഷി ആളുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക. നമ്മൾ നമ്മുടെ വീട്ടുകാരെയും മക്കളെയുമൊക്കെ ഈ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തി ഇതിൽ നിന്ന് സുരക്ഷിതരാക്കുക എന്നതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കണം. നമുക്ക് പറയാവുന്നവരോടൊക്കെ പറയണം. സമൂഹത്തിൽ അതുമായി സഹകരിക്കാവുന്ന കാര്യങ്ങളിൽ സഹകരിക്കണം. കാരണം ഇത് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ, മനുഷ്യവർഗത്തെ തന്നെ ഇല്ലാതാക്കാൻ ആളുകൾ മനഃപൂർവ്വം ചെയ്തുണ്ടാക്കിയവരും ചില പണക്കൊതിയന്മാരായ ആളുകൾ പണമുണ്ടാക്കാൻ കണ്ടെത്തിയ മാർഗവുമാണ്. ഇത് ഉപയോഗിക്കുന്നവരിൽ പലരും ഇതിന്റെ വിൽപ്പനക്കാരാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇത്തരം ഒരു തിന്മയിലേക്ക് പോകാൻ പാടില്ല. സത്യവിശ്വാസി പള്ളിയിൽ പോയി നിസ്കരിക്കുക, ദുആ ഇറക്കുക, ദിക്ർ ചെല്ലുക എന്നത് മാത്രമല്ല, തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ സാധിക്കണം. പല പൂർവികരായ പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഇബാദത്തെടുക്കാൻ പിന്നെ കഴിയും, അത് ആർക്കും പറ്റുന്ന വിഷയമാണ്. പക്ഷേ എന്താണ് കഴിയാത്തത്? ഇബാദത്തെടുക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. രണ്ടും സാധിക്കണമെങ്കിൽ അപാരമായ വിശ്വാസത്തിന്റെ ശക്തി വേണം. കള്ളു റമളാൻ അല്ലാത്തപ്പോൾ പെരുംകുടിയൻ റമളാനിൽ കുടി നിർത്തി റായസ്കാരത്തിനും ജമാഅത്തിനും പള്ളിയിലുണ്ടാവും. അപ്പൊ നന്മ ചെയ്യുക, തിന്മയും ചെയ്യുക എന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. ഒരു തമ്മാടിക്കും കഴിയാത്ത കാര്യമല്ല. ഏത് തമ്മാടിക്കും രണ്ടും പറ്റും. നിസ്കരിക്കും, കള്ളുടിക്കും, നിസ്കരിക്കും, കക്കും, നിസ്കരിക്കും, അഴിമതി നടത്തും, നിസ്കരിക്കും, ലഹരി ഉപയോഗിക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ തിന്മകളെ പാടെ വെടിഞ്ഞ് അള്ളാഹുവിന് കഴിയുന്നത്ര ഇബാദത്തെടുക്കുക എന്നവൻ, അതാണ് വിശ്വാസി. ആ വിശ്വാസിയാകാൻ നമുക്ക് തിന്മയുമായി ഒരു അടുപ്പവും പാടില്ല എന്നതാണ്. നന്മ കഴിയുന്നത്ര ചെയ്യുക, അള്ളാഹു കൽപ്പിച്ചത്. തിന്മ തീരെ ചെയ്യാതിരിക്കുക എന്നതാണ്. ഇതൊക്കെ കുറെ വിശദീകരിക്കുന്ന സംഗതിയാണ്. നമ്മൾ സാധാരണ എന്താ പറയാ, ഞാൻ പരമാവധി പലിശ വാങ്ങൂല, ഞാൻ പരമാവധി കളവ് പറയില്ല. പരമാവധി എന്ന ഒരു പ്രയോഗം തന്നെ തിന്മയുടെ കാര്യത്തിലില്ല. പൂർണ്ണമായും തിന്മയെ പിടിയുക. പരമാവധി ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ഇപ്പുറത്താണ്. അള്ളാഹ് അങ്ങനെ പറഞ്ഞത്, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്നത്ര അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. ഹദീസും വിശദീകരിച്ചിട്ടുണ്ട് ആ കാര്യം. അപ്പൊ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിൽ സാധ്യമായത് ചെയ്താൽ മതി. തിന്മയിൽ സാധ്യമായത് എന്നില്ല. കുറച്ചൊക്കെ സിനിമയാണ്, ഒരു 2 ഔൺസ് കുടിക്കുക, അങ്ങനല്ല. കുറച്ചൊക്കെ പലിശ വാങ്ങുക, അല്ലെ കുറച്ച് പലിശ ഇടപാട് തീരെ പാടില്ല. ആ അർത്ഥത്തിലേക്ക് മാറാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. സ്കൂളുകളിൽ അടിപിടികൾ നടക്കുകയാണ്. ഇപ്പൊ ഈ അടുത്തൊരു കമന്റ് കണ്ടു, ഒരു അടുത്ത് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SSLC പരീക്ഷ കഴിയുന്ന ദിവസം കുട്ടികളെ രക്ഷിതാക്കൾ വന്ന് പരീക്ഷ കഴിഞ്ഞ ഉടനെ കൂട്ടിക്കൊണ്ടുപോകണം. അപ്പൊ ഏതൊരാളുടെ ഇട്ടൊരു കമന്റാണ്, പണ്ട് സ്കൂളിൽ ചേർത്താൻ 1ാം ക്ലാസ്സിലാണ് ഉമ്മയും ഉപ്പയും കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയാക്കിയത്. 10 കൊല്ലം പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ കൂട്ടുന്ന ദിവസം രക്ഷിതാക്കൾ കുട്ടികളെ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടുന്ന അവസ്ഥയുണ്ടായി. എന്തൊരു ദുര്യോഗമാണ് ആലോചിച്ചു. അന്ന് കൊണ്ടുപോയാക്കിയത് വഴിയറിയാത്തത് കൊണ്ടാണ്. ഇപ്പം പിടിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നതോ ഇവൻ വേറെ വഴിയിലേക്ക് പോകുമോ അത് പേടിച്ചിട്ടാണ്. 10 കൊല്ലം പഠിച്ചിട്ട് കിട്ടിയ ഫലമാണ്. സമൂഹത്തിലുണ്ടാകുന്ന നാശമേതാണ്.
കുട്ടികൾ തമ്മിൽ അടിപിടി കൂടുകയാണ്. ഒരു പ്രശ്നവുമില്ല. ഇതും കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് ഒരു കൊലപാതകം നടന്നു, ഒരു കുട്ടി മരിച്ചു. ആരാ? 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ തമ്മിലുള്ള അടിയാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ. അന്ന് സ്വന്തം കൂടെ പഠിച്ച ആളെയാണ്, അവനെ ഞാൻ ശരിയാക്കും എന്ന അതിന്റെ വോയിസ് കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ടാവും. ഏതൊരു മുസ്ലിമിന്റെയും ഒരു തുള്ളി രക്തം, ഒരു മുസ്ലിമിന്റെ ഒരു തുള്ളി രക്തം ചിന്തിയാൽ അത് വളരെ കടുത്ത തെറ്റാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തിന്മയുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സത്യലംഘനങ്ങൾ, ആർക്കോ വേണ്ടിയുള്ള തർക്കങ്ങൾ, സത്യവും അസത്യവും നോക്കാതെ എന്തിനും വേണ്ടി തർക്കിക്കുകയും വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. ആരെങ്കിലും കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരുത്തന്റെ ഒരു ചാൺ ഭൂമി കൈക്കലാക്കിയാൽ അവനുണ്ടാകുന്നത് എന്താ? പരലോകത്ത് അത്ര അളവിൽ 7 ഭൂമി വരെ, എന്നാൽ 7 ഭൂമി ഉണ്ട്. ഖുർആനിൽ മനസ്സിലാക്കാം, ഹദീസിലുണ്ട്. ഈ ഒരു ഭൂമിയല്ല, 7 ഭൂമികളുണ്ട്. അത്ര വലുപ്പത്തിലുള്ള അതേ അളവിൽ താഴോട്ട് 7 ഭൂമിയുടെ ഭാഗങ്ങൾ വളയമാക്കി അതിന്റെ കഴുത്ത് കണിയപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സംഗതിയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കും വിശ്വാസികളായ ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നു. കള്ളക്കേസ് കൊടുത്താൽ കൈമുതലാക്കാൻ പറ്റുന്ന ഏതൊരുത്തന്റെ വീടിന് തന്നെ കേസ് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ബോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അന്യായങ്ങൾക്ക് കൊണ്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കാണാൻ സാധിക്കും, നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരാണ് ഉണ്ടാവുക? ഇവിടെ നമുക്ക് പലർക്കും വേണ്ടി വാദിക്കാം, പക്ഷെ പരലോകത്ത് നമുക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ? ഒരാളും ഉണ്ടാവുകയില്ല. കാരണം എന്താ? അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുകയില്ല. ഫമൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമ. കട്ടവനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവൻ എന്റെ ആളാണ് എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുവരാം. ലഹരിയിൽ പിടിച്ചവനെ ഇറക്കിക്കൊണ്ടുവരാം. അവന് വേണ്ടി ന്യായവാദം നടത്താം. സ്വന്തക്കാരനാണെന്ന് പറയാം. ഇതൊക്കെ ദുനിയാവിൽ നടക്കും. പക്ഷെ പരലോകത്ത് നിങ്ങൾ ആർക്കു വേണ്ടി വാദിച്ചുവോ, നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി വാദിക്കാൻ ആരാണ് ഉണ്ടാവുക? നമുക്ക് വേണ്ടി പോലും വാദിക്കാൻ ആരും ഉണ്ടാവുകയില്ല. സ്വന്തക്കാരുണ്ടാവില്ല, വാപ്പുണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല. അവിടെ ഇപ്പൊ എന്ത് കുടിച്ചാലും കൊന്നാലും കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കോടതി പോകാനും കേസെത്താൻ വാപ്പുണ്ടാവും. മക്കളാണല്ലോ വിചാരിച്ചിട്ട്. പരലോകത്ത് ആരും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവുകയില്ല. അമ്മയ്യൂനു അലൈഹിം വക്കീല. അവർക്ക് വക്കീലായി, വക്കീൽ എന്ന നമ്മൾ മലയാളത്തിൽ പറഞ്ഞ വക്കീൽ തന്നെ, വക്കീലായി ആരാണ് ഉണ്ടാവുക? പരലോകത്ത് ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മോശമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലക്ക് കുടുംബത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. രക്ഷിതാക്കൾക്കാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ. രക്ഷിതാക്കൾ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താൽ മാത്രം പോരാ, ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്താൽ പോരാ. അവർ ആഗ്രഹിക്കുന്നതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക എന്നത് മക്കളെ നമ്മൾ നശിപ്പിക്കലാണ്, വിശദീകരിക്കുന്നില്ല. മറിച്ച് ചോദിക്കുന്നതെല്ലാം കൊടുക്കാതെ ആവശ്യവും ഗുണകരവുമായത് മാത്രം കൊടുക്കുക എന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ട രീതി. വീട്ടിൽ പലപ്പോഴും ബാപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നമാണ്. എന്താ കാര്യം? മക്കളെ കാര്യത്തിൽ. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ ഉമ്മ കൂട്ടു നിൽക്കുന്നു, ചിലപ്പോൾ വാപ്പ കൂട്ടു നിൽക്കുന്നു. അപ്പൊ തമ്മിൽ അടിയായി. നിങ്ങൾ എന്തിനാ അത് കൊടുത്തത്? ഞാൻ കൊടുക്കാത്തതല്ലേ. അപ്പൊ മറ്റേ ഈ എന്തിനാ കൊടുത്തത്? ഞാൻ കൊടുക്കാത്തതല്ലേ. അപ്പൊ അങ്ങോട്ടും കൊണ്ട് പ്രശ്നം. അപ്പൊ അവിടെ കൂടിയാലോചിച്ചൊരു തീരുമാനത്തിലെത്തി മക്കൾക്ക് എന്ത് കൊടുക്കണം, കൊടുത്തുകൂടാ എന്ന് മാതാപിതാക്കൾ തമ്മിൽ ഒരു ധാരണയുണ്ടാക്കിയാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരെ നല്ല നിലക്ക് വളർത്തിക്കൊണ്ടുവരുവാനും കുടുംബാന്തരീക്ഷം നന്നാക്കി തീർക്കുവാനും സാധിക്കും. സഹോദരന്മാരെ, ഇങ്ങനെ വീട്ടിൽ ഭാര്യയുടെ ഉത്തരവാദിത്വം, ഭർത്താവിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ കുടുംബത്തെ നല്ല കുടുംബമാക്കി മാറ്റാൻ സാധിക്കും. നബിയോട് ചോദിക്കപ്പെട്ടു, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് നാവ് സത്യസന്ധമായവൻ, രണ്ടാമത്തേത് മഹ്മൂമുൽ ഖൽബ്, ഹൃദയം മഹ്മൂമായവൻ. അപ്പോ സഹാബികൾ പറഞ്ഞു, നാവ് സത്യസന്ധതയുള്ളവൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ഈ മഹ്മൂമുൽ ഖൽബ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ. തഖ്വയുള്ളവൻ, ശുദ്ധമായ ജീവിതം നയിക്കുന്നവൻ, പാപം ചെയ്യാത്തവൻ, അതിക്രമങ്ങൾ കാണിക്കാത്തവൻ, ആളുകളോട് അസൂയയും പകയും പുലർത്താത്തവൻ. നോക്കൂ, 5-6 കാര്യം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതുള്ളവൻ ആരാണ്? ഏറ്റവും നല്ലവനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും അയൽപക്കത്തുള്ളവൻ മുസ്ലിം ആകട്ടെ അല്ലാതിരിക്കട്ടെ, വിശ്വാസിയാകട്ടെ അല്ലാതിരിക്കട്ടെ, അയൽപക്കക്കാരുമായി നല്ല ബന്ധമുണ്ടാകണം. അവരോട് സഹകരിക്കാവുന്ന വിശ്വാസത്തിന്റെ പരിധിക്കുള്ളിലുള്ള കാര്യങ്ങളിൽ സഹകരിക്കണം, അവരെ സഹായിക്കണം. അത് ആരാണെങ്കിലും ശരി, സദഖയുടെ ഇനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആരാകണം, ആരായിക്കൂടാ. വിശദീകരണം ആവശ്യമില്ലാതെ സൂറത്തുൻ നഹ്ലിലെ 2:75-76 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, ഒരു മനുഷ്യൻ, ഒരടിമ, അവന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാൾ രണ്ടാമത്തെ ആൾക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റിസ്ക് നൽകി, വിഭവം നൽകി. അവൻ ആ വിഭവം രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഒരുപോലെയാണോ? ഒരാൾ ഒരു അടിമക്ക് സ്വാതന്ത്ര്യമല്ല, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേ ആൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അത് ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്, അവനത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും സമമാകുമോ? സമമാവുകയില്ല. 76-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇതാ ഒരു ഉദാഹരണം ഉദാഹരിക്കുന്നു. രണ്ടാളുകൾ, ഒരാൾ അബ്കമു ലാ യഖ്ദിറു അലാ ശൈഇൻ, ഒന്നും ചെയ്യാൻ കഴിയാത്ത, സംസാരശേഷിയില്ലാത്ത ഊമയായ ഒരു മനുഷ്യൻ, ഒന്നും സംസാരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വഹുവ കല്ലുൻ അലാ മൗലാഹു, ഈ സംസാരശേഷിയില്ലാത്തവൻ അവന്റെ യജമാനന് ഭാരമാകും. കാരണം അവനെ നോക്കിക്കൊണ്ടു നടക്കണം, ഓന്റെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഓന്റെ കാര്യം പറയാൻ ഓന് കഴിയില്ല, അബുക്കമാണ്, ഊമയാണ്. അങ്ങനെ ഒരുത്തൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരുത്തൻ, അവൻ എന്തു ചെയ്യുന്നു? ആളുകളോട് നന്മ കൽപ്പിക്കുകയും അവൻ സത്യത്തിന്റെ മാർഗത്തിൽ സിറാത്ത് മുസ്തഖീമിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. ഇത് രണ്ടുപേരും സമമാണോ? രണ്ടും സമല്ല. അപ്പൊ വിശദീകരണം ആവശ്യമില്ല. ഇതിൽ ഏതാകണം? രണ്ടാമത് ഖുർആൻ പറഞ്ഞ ആ നല്ല ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. പിന്നെ ഒന്ന് കൂട്ടുകൂടലാണ്. സുഹൃത്തുക്കൾ ഇന്ന് പഴക്കുന്നത് ഒക്കെ സുഹൃത്ത് ബന്ധങ്ങളാണ്. ആരെ സുഹൃത്താക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ സുഹൃത്ത് ബന്ധങ്ങളൊന്നും നാളെ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. ഇത് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. സുഹൃത്ത് ബന്ധം ഇവിടെ നടക്കും, അതുകൊണ്ട് എന്തും സാധിക്കും. എന്നാൽ സുഹൃത്ത് ബന്ധങ്ങൾ നാളെ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. ഖിയാമത്ത് നാളിനെ പരിചയപ്പെടുത്തിയെടുത്ത് ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ വലാ ഖിലാൽ വലാ ഖുല്ല, ഖുല്ല എന്നാൽ സുഹൃത്ത് ബന്ധം, ഖിലാൽ എന്നാൽ അതന്നെ കൂടിക്കലരുക നടത്തം, പരസ്പരം കൂടിച്ചേരുക, അതാണല്ലോ സുഹൃത്ത്. രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഒന്നായി ചേരലാണ്, ഇടചേരലാണ്. പരലോകത്ത് ഇടചേരലില്ല. ഒരു സുഹൃത്തിനും ഒരു സുഹൃത്തിനെയും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. മാത്രമല്ല അവിടെ പരലോകത്ത് സുഹൃത്തുക്കൾ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇവിടെ എത്ര കൂടിക്കുടിച്ചവനും കൂടിക്കട്ടവനും കൂടി വ്യഭിചരിക്കാൻ പോയവനും കൂടി തോന്നിവാസം ചെയ്യാൻ പോയവനും ഇവനൊക്കെ പരലോകത്ത് ശത്രുക്കളായിരിക്കും. ആരൊഴിച്ച്? മുത്തക്കികൾ ഒഴിച്ച്. മുത്തക്കികൾ അവിടെയും സുഹൃത്തുക്കളായിരിക്കും. അപ്പൊ എന്ത് വേണം? ദുനിയാവിൽ മുത്തക്കികളെ സുഹൃത്തായി സ്വീകരിക്കാൻ സാധിക്കണം. എങ്കിൽ പരലോകത്ത് ആ മുത്തക്കികളായ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളാകും. ഇവിടെ ചീത്ത ആളുകളെയാണ് സുഹൃത്തുക്കളായി സ്വീകരിച്ചതെങ്കിൽ നാളെ പരലോകത്ത് അവിടെ തമ്മിൽ അടി നടക്കും. ഇവിടെ അടിക്കുന്നത് പോലെ തന്നെ അവിടെയും സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇത് ഖുർആൻ പറയുന്നതാണ്, സൂറത്തു സുഹ്റുഫിലെ 67-ാമത്തെ ആയത്തിൽ. മാത്രമല്ല ആരെ പിൻപറ്റിയോ രണ്ടുപേരും പരസ്പരം ഒഴിവാകും. ഞാനല്ല എന്നെ വിളിച്ചത്, ഞാനല്ല നിന്നെ കൊണ്ടുപോയത്, ഞാനല്ല അത് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ മറ്റവൻ, നീയാണ് ഇത് ചെയ്തത്, നീയാണ് എന്നെ പ്രേരിപ്പിച്ചത്, നീയാണ് എന്നെ അത് കുടിപ്പിച്ചത്, നീയാണ് എന്നെ അത് കളിപ്പിച്ചത്, നീയാണ് എന്നെ കൊണ്ടുപോയത്. തമ്മിൽ യുദ്ധം, ചർച്ച, തർക്കങ്ങൾ. ഇത് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല മനുഷ്യന്മാരായി ജീവിക്കണം. സ്വർഗത്തിലെ 2 സംഭാഷണങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ ഒരാൾ ചോദിക്കാൻ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആയത്തൊന്നും തോന്നുന്നില്ല, ഒരാൾ പറയാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പറയും, എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞാൻ അവനൊന്ന് നോക്കട്ടെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് എത്തി നോക്കാനുണ്ടോ? എങ്ങോട്ടാ? സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക്. അങ്ങനെ എത്തി നോക്കുമ്പോ അപ്പുറത്ത് സവാഇൽ ജഹീം, നരകത്തിന്റെ മധ്യത്തിൽ ഇവൻ അന്വേഷിക്കുന്ന സുഹൃത്തിനെ അപ്പുറത്ത് കാണും. കണ്ണിന് പരിധി വിടും, എവിടെയും കാണും. അപ്പൊ സ്വർഗത്തിൽ നോക്കിയിട്ട് നരകത്തിന്റെ മധ്യത്തിൽ തന്റെ സുഹൃത്തിനെ അവൻ കാണുന്നു. അങ്ങനെ അവനോട് ചോദിക്കുകയാണ്, ഈ ആള് ആരാണ്? മരിച്ചാൽ പിന്നെ ഒരു ജീവിതമോ? എല്ലും മണ്ണുമായി പുഴുവരിച്ചു പോയാൽ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? നീ ഇതൊക്കെ വിശ്വസിക്കുന്നവനാണോ എന്ന് എന്നോട് ചോദിച്ച സുഹൃത്താണ്. എന്നിട്ട് അവനെ നോക്കി സ്വർഗത്തിലുള്ള ആള് പറയും, നീ എന്നെ നശിപ്പിക്കാറായി, പക്ഷെ അള്ളാഹുവിന്റെ മഹത്തായ ഭാഗ്യം കൊണ്ട്, നിയമത്ത് കൊണ്ട് ഈ നരകത്തിൽ ഹാജരാക്കപ്പെടുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിച്ചു. നേരത്തെ തർക്കന്താ ദുനിയാവിൽ വെച്ച് ഇതൊക്കെ ഈ വിശ്വസിക്കുക, ഇതൊക്കെ എന്ത് പൊട്ടത്തരാ? മരിച്ചാൽ പിന്നെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞത്. ഈ അവൻ ചോദിച്ച ചോദ്യം തിരിച്ചങ്ങോട്ട് മറുപടിയായി സ്വർഗവാസി നരകവാസിയോട് പറയുന്നു, ഇനിയൊരു മരണമില്ല. നമ്മുടെ മരണം 1ാമത്തെ മരണമാണ് ദുനിയാവിൽ, അത് കഴിഞ്ഞുപോയി. ഈ കിട്ടിയതാണ് മഹത്തായ വിജയം. പണിയെടുക്കുന്നവർ ഇതിനു വേണ്ടി പണിയെടുക്കൂ. ആ മനുഷ്യൻ നരകത്തിലെ സുഹൃത്തിനെ നോക്കി സ്വർഗത്തിൽ വെച്ച് പറയുന്ന വാക്കാണ്. ഇതാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. ഇതിനു വേണ്ടി, ഈ വിജയത്തിന് വേണ്ടി പണിയെടുക്കുക. ഏത് വിജയം? സ്വർഗം, നരകത്തിലെത്താതിരിക്കാൻ. സഹോദരന്മാരെ, അതുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുന്നവരായി നമ്മൾ മാറണം. ഒറ്റക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നരകക്കാരൻ ചുറ്റുവട്ടം നോക്കി പറയുന്ന മറ്റൊരു സംഭാഷണമാണ് അതേ സൂറത്തു സ്വാഫാത്ത് 52 മുതൽ 64 വരെയുള്ള ആയത്തുകളിൽ 2 സംഭാഷണങ്ങൾ പറയുന്നുണ്ട്. എന്താണത്? ചുറ്റുവട്ടത്ത് നോക്കി പഴച്ചവനാണ്, പിന്തിരിപ്പനാണ്, 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനാണ്, അപരിഷ്കൃതനാണ്, സംസ്കാര ശൂന്യമായവനാണ് എന്നൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന ആളുകളാരാ? ദുനിയാവിൽ വിശ്വാസികളാണ്. അപ്പൊ നരകത്തിലുള്ള ഒരുത്തം പറയാണ്, മാലനാ ലാ നറാ റിജാലൻ കുന്നാ നഉതുഹും
മിനൽ അശ്റാർ, ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് ദുനിയാവിൽ നമ്മൾ എണ്ണിയ കുറെ ആളുകൾ ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പൊ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന സലഫികളായ ശരിയായ മുസ്ലിങ്ങളായ ആളുകളെ കുറിച്ച് മുസ്ലിങ്ങൾ തന്നെ പരിഹസിക്കുന്നു, മുസ്ലിങ്ങൾ അല്ലാത്തവരും പരിഹസിക്കുന്നു. പിഴച്ചവൻ, പിന്തിരിപ്പൻ. ഇപ്പൊ നിഖാബിട്ട് പോകുന്ന പെണ്ണിനെ മുസ്ലിങ്ങൾ തന്നെ പരിഹസിക്കുന്നു. അത് 6-ാം നൂറ്റാണ്ടിലാണ്, ഇസ്ലാമിന്റെ സംസ്കാരത്തിൽപ്പെട്ടതല്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്. ഇവിടെ മുസ്ലിം സംഘടനകളുണ്ട്, സാംസ്കാരിക നായകന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുണ്ട്. അത്തരം പരിഹസിച്ച ആളുകൾ ഇവർ പറയും, നമ്മൾ ആ പറഞ്ഞ ആൾക്കാർ നമ്മുടെ കാണുന്നില്ലല്ലോ എവിടെ, നരകത്തിൽ. ഇവനൊക്കെ വളരെ മോശൻ, പഴഞ്ചൻ, പിന്തിരിപ്പൻ എന്ന് നമ്മൾ എണ്ണാറുണ്ടായിരുന്നു. എവിടെ പോയി? ഇത്തഖദ്നാഹും സിഖ്രിയൻ, അവരെ നമ്മൾ പരിഹാസപാത്രമായി ദുനിയാവിൽ സ്വീകരിച്ചിരുന്നു. ചിത്രം വരക്കും, കാർട്ടൂൺ വരക്കും, കോമഡി കാണിക്കും. എന്തിന്? വിശ്വാസിയെ പരിഹസിക്കാൻ. അങ്ങനെ നമ്മൾ പരിഹാസപാത്രമായി സ്വീകരിച്ച ആളുകളൊക്കെ എവിടെ പോയി? അംസാഗത്ത് അൻഹുമുൽ അബ്സാർ, അതല്ല എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മുടെ കണ്ണ് തെറ്റിപ്പോയതാണോ? കാണാത്തത് കൊണ്ടാണോ? അവിടെ എവിടെയൊക്കെ ഉണ്ടാവും. ആസ്വദിക്കാൻ. കാരണം എന്താ? നമ്മൾ നല്ലവനും മറ്റോൻ പഴച്ചെന്ന് ഈ പഴച്ചന്റെ കാണും ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നോക്കണം, നരകത്തുനിന്ന് നരകക്കാരൻ പറയാൻ, തീർച്ചയായും ഇതൊരു പച്ച പരമാർത്ഥമാണ്. നരകക്കാരുടെ സംഭാഷണ തർക്കമാകുന്നു ഇത്, പരസ്പര തർക്കം. അപ്പോ ഇവിടെ പരിഹസിക്കപ്പെട്ടാലും നാളെ സ്വർഗത്തിലെത്തും. വിഷമിക്കേണ്ടതില്ല. പരിഹസിക്കുന്നവൻ പരിഹസിക്കട്ടെ. അപ്പൊ ഇതിനെ പരിഹസിക്കും. ചിലപ്പോ ഇതിന്റെ ഫോട്ടോ ഇനി എവിടെന്നെങ്കിലും വല്ല മറ്റേ ഇതില്ല, എന്താണ്, ഡ്രോൺ, അങ്ങനെ വല്ല ഇതുണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം ഇവിടെ പള്ളി കയറി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ നിസ്കാരം നടക്കുമ്പോ ഡോറ് തുറന്ന് ഉള്ളിൽ കയറി ഫോട്ടോ എടുത്തിട്ട് പിന്നെ ദുഷ്പ്രചരണം നടത്തിയ ആളുകൾ. ഇവിടെ നിസ്കരിക്കപ്പെടുന്ന ആൾക്കാരുണ്ടാവും. കാരണം ഇവിടെ അല്ലാത്ത വേറെ നാട്ടിൽ ഇവിടെ വരില്ല ഫോട്ടോ എടുക്കാനായിട്ട്, വണ്ടി കയറി വിമാനത്തിലൊന്നും. അപ്പോ ആ ജാതി പ്രവർത്തനം പരിഹസിക്കുന്ന പരിഹസിച്ചോട്ടെ. പരിഹാസമുണ്ടായാൽ ഇതാണ്, അപ്പുറപ്പുറം നോക്കിയാൽ കാണൂല. അവിടെ നരകത്തിൽ ഒരു സ്വർഗത്തിലുണ്ടാവും. പരിഹസിച്ചവൻ അള്ളാഹിന്റെ വിധി അനുസരിച്ച് ഒന്നുകിൽ നരകം അല്ലെങ്കിൽ ശിക്ഷയിൽ കഴിയും. സ്വർഗത്തിലായാലും പരിഹസന ശിക്ഷയിൽ നല്ല പുറത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ജീവിതം ഭദ്രമാക്കുക. നമ്മുടെ കുടുംബത്തെ തൗഹീദിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പിക്കാൻ തയ്യാറാവുക. അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുക. വെറുതെ ഇരിക്കാൻ പറ്റില്ല, വെറുതെ ആകാൻ പറ്റില്ല. എന്ത് ചെയ്യണം? നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കണം. എന്റെ പണി കഴിഞ്ഞു, തിരിച്ച് പള്ളിയിൽ പോയി ഞാൻ വെറുതെ നിൽക്കേണ്ടതില്ല, ഒരു ദൈവത്തും വേണ്ട എന്ന് വിചാരിക്കണ്ട. പോസ്റ്ററും പൊതുസമ്മേളനവും ജാഥയും ഇല്ലെങ്കിലും നമ്മളൊക്കെ ദായിമാരാകാൻ ശ്രമിക്കണം. അത് നമുക്ക് സാധിക്കണം. അല്ലാതെ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടില്ല. ദഅവത്ത് അറിഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കൽ വ്യക്തിപരമായ ബാധ്യതയാണ്, മൗലവിന്റെ ബാധ്യതയല്ല, മുസ്ലിയാക്കന്മാരുടെയും പണിയല്ല, എല്ലാവരുടെയും പണിയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുക, പഠിപ്പിക്കുക, ക്ഷണിക്കുക, ആളുകളെ ഈ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയതിലേക്ക്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഗസയിൽ, അവിടെ ജൂതന്മാരും അമേരിക്കയും കൂടി ചേർന്ന് മുസ്ലിങ്ങളെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ഈ കൊടിയ ശത്രുക്കളെ, മുസ്ലിങ്ങളെ നിഷ്ഠൂരം വധിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും അതിന് പിന്തുണ നൽകുന്നവരാണെങ്കിലും, അല്ലാഹുവേ, അവരുടെ ഐക്യം നീ തകർക്കുകയും അവരെ നീ ഛിദ്രമാക്കുകയും അവരുടെ പതാകകളെ തലകീഴായി മറിക്കുകയും അവരുടെ ശത്രുക്കളെ അവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയും, അല്ലാഹുവേ, മുസ്ലിങ്ങൾക്ക് ആ ആളുകളിൽ നിന്ന് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അത്തരം ശത്രുക്കളെ അവരുടെ സായുധമായ ശേഷിയിൽ നിന്നും അതുപോലെ തന്നെ സാമ്പത്തിക ശക്തിയിൽ നിന്നും അവർക്കുള്ള ലോകത്തുള്ള മേൽക്കോയ്മയിൽ നിന്നും അതൊക്കെ തകർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന ശാന്തമായ അന്തരീക്ഷം അള്ളാഹു നീ ഉണ്ടാക്കി കൊടുക്കണമേ. പെരുന്നാൾ, ഈദ് ആഘോഷിക്കാനോ പള്ളിയിൽ പോകാനോ പോലും കഴിയില്ല. പള്ളികൾക്ക് മീതെ പോലും റമദാനിൽ ബോംബിട്ടവരാണ് ഇസ്രായേലികൾ, ജൂതന്മാർ. അള്ളാഹുവെ, അവരെ നീ ദുനിയാവിൽ തന്നെ നശിപ്പിച്ചു. അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന്, ഫലസ്തീനിലെ ജനങ്ങൾക്ക്, ലോകത്തെവിടെയൊക്കെ അങ്ങനെ മനുഷ്യന്മാർ, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹുവെ നീ നിർഭയത്വവും സമാധാനവും ശാന്തിയും അത്തരം സാഹചര്യങ്ങളിലും വിശ്വാസികളായി ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ രോഗം ബാധിച്ച് വിഷമത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. ഈ സദസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെങ്കിൽ പരിചയമുണ്ടായ പരിചാരി വളരെ പെട്ടെന്ന് കിഡ്നി തകരാറിലായി ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച ആളാണ്. പക്ഷെ അതിന് ശേഷമാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. ഈ സദസ്സിലുണ്ട്. അതുപോലെ മറ്റൊരു ചെറുപ്പക്കാരനായ 50-40 വയസ്സിന്റെ അടുക്കുള്ള ഒരാൾ ക്യാൻസർ ബാധിച്ച്, ശരീരത്തിലെ ഏതൊരു ഭാഗത്ത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നു. ഈ സദസ്സിലുണ്ട്. അങ്ങനെ അതല്ലാത്തതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് രോഗം തിന്ന് ജീവിക്കുന്ന, എന്നാൽ മരണം കൊതിക്കാത്തത്, പരലോകമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിനോട് പൊരുത്തപ്പെട്ട് ക്ഷമിച്ച് സഹിച്ച് പോകുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ക്ഷമിക്കുക, സഹിക്കുക, അള്ളാഹുവിന്റെ വിധി
വിധിയാണെന്ന് വിചാരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഓരോ വേദനക്കും അള്ളാഹു പ്രതിഫലം നൽകും. അത് നാളെ പരലോകത്ത് പാപമില്ലാത്തവരായി പരലോകത്ത് സ്വർഗത്തിലെത്താനുള്ള വഴിയാകുമെന്ന് ഒരുപാട് ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആശ്വാസത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച് കാഫിറുകളും പിഴച്ചവരുമല്ലാതെ നിരാശരാവുകയില്ല എന്നത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഒരിക്കലും നിരാശ പാടില്ല. എന്ത് വേദന തിന്നാലും, എന്ത് പ്രയാസം ലഭിച്ചാലും, ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ചാലും, കിഡ്നി രണ്ടും പോയാലും ശരി, അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് സഹിച്ച് ക്ഷമയാണ് വളരെ അനിവാര്യമായിട്ടുള്ളത്. ഈ ഒരു ഊർജം നിങ്ങൾക്കുണ്ടാകണം എന്നതാണ് രോഗികളും വിഷമിക്കുന്നവരുമായ ആളുകളോട് പറയാനുള്ളത്. ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അള്ളാഹുവേ, എന്നിരുന്നാലും അതവർക്ക് മുതൽക്കൂട്ടാകുമെങ്കിലും സഹിക്കാവുന്നതിനപ്പുറമുള്ള വേദനയും പ്രയാസവും അള്ളാഹുവെ നീ ആർക്കും നൽകി അവരെ നീ ബുദ്ധിമുട്ടിലാക്കരുത് റഹ്മാൻ. അത്തരം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ അള്ളാഹുവെ, അവർ പരലോകമോർത്തുകൊണ്ടാണ് കയറെടുക്കാത്തത്, മരിക്കാത്തത്, മരണം ആഗ്രഹിക്കാത്തത്. അള്ളാഹുവെ, ശാന്തമായി ക്ഷമയോടുകൂടി അവർക്ക് ജീവിക്കുവാനും ജീവിതം നീ നിശ്ചയിച്ച അവധി വരെ വിഷമങ്ങളുണ്ടെങ്കിലും സമാധാനത്തോടെ ജീവിക്കുവാനുമുള്ള തൗഫീഖ് അവർക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്ന റഹ്മാൻ. ചെറുപ്പക്കാരായ ആളുകൾ രോഗബാധിതരാകുമ്പോൾ ആ കുടുംബം ഒന്നായി വിഷമിക്കുകയാണ്, സാമ്പത്തികമായി തന്നെ പ്രയാസത്തിലേക്കാവുകയാണ്, കടത്തിൽ മുങ്ങുകയാണ്, എല്ലാ സമാധാനവും കെട്ടുപോകുന്ന രംഗമാണ്. അള്ളാഹുവെ, അങ്ങനെ മാരകമായ പരീക്ഷണങ്ങൾ കൊണ്ട്, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. പരീക്ഷിക്കപ്പെടുന്ന അത്രയും പാപങ്ങൾ മായ്ഞ്ഞു പോകുന്ന, പാപമില്ലാതെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാക്കി അതിനെ അവർക്കും ഞങ്ങൾക്കും നീ മാറ്റിത്തരണമേ റഹ്മാൻ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള വിഷമിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ, കഷ്ടപ്പെടുന്നവർ, കടമുള്ളവർ, വീടില്ലാത്തവർ, മക്കളാൽ വിഷമിക്കുന്നവർ. ഒരു ഉമ്മ പറഞ്ഞത് ഒന്നല്ല, ഒരുപാട് ഉമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രസവിച്ചു പോയല്ലോ ഇത് എന്നാണ്. ഒരു ഉമ്മ പറഞ്ഞു, എല്ലാവരും വയതിൽ പ്രാർത്ഥിക്കും, മക്കളെ തരണേ, മക്കളെ തരണേ, ആൺകുട്ടികളില്ലാത്തവൻ ആൺകുട്ടിയെ തരണേ, പെൺകുട്ടിയില്ലാത്തവൻ പെൺകുട്ടികളെ തരണേ. അപ്പൊ ഒരു ഉമ്മ പറഞ്ഞു, എന്റെ സ്വന്തം ബന്ധത്തിൽപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞതാണ്, ഈ ആളുകൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം എന്താ, ഉള്ള മക്കളെ കൊണ്ടുള്ള വിഷമം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു പെണ്ണത് പറയേണ്ടി വന്നതെങ്കിൽ അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. മക്കൾ പരീക്ഷണമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനടുക്കൽ മഹത്തായ പ്രതിഫലവുമാണ് എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മക്കൾ പരീക്ഷണമാകാതെ, മക്കൾ നമ്മുടെ സമ്പാദ്യമാണ് എന്ന് വിശലേഖനം. ആ സമ്പാദ്യം നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിന്മുറക്കാരായി നിലനിൽക്കുവാനും അവർ നാളെ പരലോകത്ത് നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കുന്ന അവസ്ഥയിൽ സാലിഹികളാക്കി മാറ്റാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റണമേ അള്ളാഹുവേ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ശാപമാകാതിരിക്കാൻ, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് കാരുണ്യമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി സാലിഹായ സന്താനങ്ങളെ അള്ളാഹുവെ അവരെ നീ മാറ്റണമേ. നമ്മുടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാകാം. എല്ലാ പ്രായം ചെന്നവരും നല്ല മക്കളാകണം. നമ്മളെ പാപ്പാര മക്കളാണ്, ഉമ്മാര മക്കളാണ്. അവർക്ക് വേണ്ടി നമ്മുടെ നമസ്കാരങ്ങളിൽ, സുജൂദുകളിൽ, തശഹുദിന്റെ അവസാനത്തിൽ, അല്ലാത്ത സന്ദർഭത്തിലും അവർക്ക് വേണ്ടി സദാസമയവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത, അധ്വാനിച്ച, ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാതെ മരിച്ചുപോയ, ഒരു സമയം പോലും മധുരമുള്ള രുചികരമായ ഒരു ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിക്കാതെ ഞങ്ങളെ പോറ്റി വളർത്തിയ ആ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ ഉപകാരപ്പെടുന്ന സാലിഹായ മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നാളെ പരലോകത്തിന് ഒരുമിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി കുടുംബമായി ജീവിക്കാനുള്ള അവസരം നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരും അവരെടുക്കുന്ന അധ്വാനത്തിൽ, ഞങ്ങളുടെ അധ്വാനത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, സ്വദേശത്തും വിദേശത്തുമുള്ള പ്രവർത്തനങ്ങളിൽ, ഇടപാടുകളിൽ എല്ലാം അള്ളാഹുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ മുദ്ദിലും സായിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അളവിലും തൂക്കത്തിലും അള്ളാഹുവെ നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ഇന്നാ